Meet the editors. അംബേദ്കർ ഒന്നിപ്പിച്ചു എന്നാണ് ചോദ്യം പ്രതിപക്ഷത്തെ. ബാലകൃഷ്ണൻ, ഇന്ന് പാർലമെന്റിന് പുറത്ത് നമ്മൾ ഇതുവരെ കാണാത്ത അസാധാരണമായ ഏറ്റുമുട്ടലിനാണ് സാക്ഷ്യം വഹിച്ചത്. പാർലമെന്റിനുള്ളിൽ ഏറ്റുമുട്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പാർലമെന്റിന് പുറത്ത് ഒരു വിഭാഗം നീല വസ്ത്രവും ധരിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് പോകുന്നു, മറുപക്ഷവും അതേപോലെ അംബേദ്കറിന്റെ പ്ലക്കാർഡുമായിട്ട് എത്തുന്നു. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നു. 2 BJP-മാർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് കണ്ടത് ശരിക്കും അസാധാരണമായ കാര്യങ്ങളാണ്. പ്രതിപക്ഷത്തെ ഈ അംബേദ്കർ അമിത്ഷായുടെ പരാമർശം ഒന്നിപ്പിച്ചു. പ്രതിപക്ഷത്തെ നിശ്ചയമായി ഒന്നിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പുറത്തു വന്നിരുന്ന വാർത്തകൾ അവരൊറ്റക്കെട്ടായി ഒരു തന്ത്രം പാർലമെന്റിൽ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പല കാര്യങ്ങളിനകത്തും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമൊക്കെ ഇന്ത്യ മുന്നണിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് തന്നെ ചില തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അംബേദ്കർ വിഷയം വന്നിരിക്കുന്നത്. നിശ്ചയമായും അത് പ്രതിപക്ഷ മുന്നണിയെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അവരെ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഞാൻ ഇക്കാര്യത്തിൽ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയ രീതിയിൽ ഈ അംബേദ്കർ വിവാദം BJP-യെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച്, പാർലമെന്റിൽ നടന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പുറത്തു വന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു വിശദീകരണം നൽകുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നലെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായല്ലോ. അമിത്ഷാ ഇന്നലെ വന്ന് ഒരു വാർത്താസമ്മേളനം നടത്തി, അല്ലെ, ദീർഘമായ വാർത്താസമ്മേളനം നടത്തി. താൻ എന്താണ് പാർലമെന്റിൽ പറയാൻ ഉദ്ദേശിച്ചത്, അഥവാ എങ്ങനെയാണ് ആ വിഷയം വ്യാഖ്യാനിക്കപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണ്, അക്കാര്യത്തിൽ BJP-യുടെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ ദീർഘമായിട്ട് അമിത്ഷാ വന്ന് വിശദീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് വിശദീകരിച്ചത്? അംബേദ്കറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ വിവാദം തങ്ങളുടെ കൈപൊള്ളിക്കും എന്ന് BJP-ക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അമിത്ഷായെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ വന്നിരുന്നിട്ട് അക്കാര്യത്തിലൊരു വിശദീകരണം നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യപൂർവമായ സംഭവമാണ്. 2014 മുതലുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ പാർലമെന്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷായോ പുറത്തു വന്നൊരു വാർത്താ സമ്മേളനം നടത്തി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ BJP-യുടെ കൈപൊള്ളി എന്ന് മനസ്സിലാക്കുന്ന BJP നേതൃത്വം അടിയന്തരമായി അമിത്ഷായെ തന്നെ അതിന് നിയോഗിക്കുന്നു. അമിത്ഷായാണല്ലോ ഈ പറയുന്നത് അംബേദ്കർ 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 എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ ഭഗവാന്റെ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് അക്കാര്യം വിശദീകരിക്കാൻ എന്തുകൊണ്ട് BJP ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ചോദ്യം. BJP എന്തുകൊണ്ടാണ് പ്രതിരോധത്തിലായത് ഈ വിഷയത്തിൽ? കാരണം 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP ന്യൂനപക്ഷമായത്? 240 സീറ്റുകളിലേക്ക് BJP എങ്ങനെയാണ് ചുരുങ്ങിയത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്തില്ല. അതുമാത്രമാണ് കാരണം. എങ്ങനെയാണത് സംഭവിച്ചത്? നമുക്കറിയാമല്ലോ. ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു? ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 400 സീറ്റാണെന്നാണ് പറഞ്ഞത്. 400 സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും ഇവർ എന്നുള്ളതായിരുന്നല്ലോ അടുത്ത ചോദ്യം. അവർ ഭരണഘടനയെ മാറ്റി എഴുതും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചില നേതാക്കൾ തന്നെ വന്ന് ഓപ്പണായിട്ട് അത്തരം ക്ലെയിം, അത്തരം അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കുകയും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോയി അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പ്രചരണം എന്താ? പ്രതിപക്ഷത്തിൻ്റെ ഇവരിനി അധികാരത്തിൽ വന്നാൽ, വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതും. അങ്ങനെ ഭരണഘടന മാറ്റി എഴുതിയാൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണമോ മറ്റ് ആനുകൂല്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കില്ല. ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. BJP-ക്ക് വലിയ നഷ്ടം 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതുകൊണ്ട് രാജ്യത്തെ OBC വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് അംബേദ്കറൈറ്റുകളെ, അംബേദ്കറിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളെ, അംബേദ്കറെ ദൈവത്തെ പോലെ കാണുന്ന വിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയാൽ അത് അപകടകരമാണെന്ന് നന്നായിട്ടറിയാവുന്ന പാർട്ടിയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ട പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. BJP OBC വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ വലിയ ശ്രമം നടത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം യഥാർത്ഥത്തിൽ BJP-യെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് രാമജന്മഭൂമി പ്രസ്ഥാനമാണല്ലോ. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ രഥയാത്രയിലൂടെ രാജ്യത്തെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ BJP-ക്ക് അക്കാലത്ത് കഴിഞ്ഞിരുന്നു. അതിനകത്ത് ഈ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ വരെ വരും. കാരണം അവരുടെയൊക്കെ ദേവതയാണ് രാമൻ എന്ന് പറയുന്നത്, അവരുടെയൊക്കെ ദൈവമാണ് ഹനുമാൻ എന്ന് പറയുന്നത്, അവരുടെയൊക്കെ ദൈവമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തെ ബ്രാഹ്മണർ മുതൽ ദളിതർ വരെ ഒറ്റ കുടക്കീഴിൽ സംഘടിപ്പിക്കാൻ BJP ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ മൂവ്മെൻ്റാണ് രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റ് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പല തെരഞ്ഞെടുപ്പുകളിൽ അവർ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ അംഗബലം പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ 1990 BJP-ക്ക് ഒരു വലിയ വീഴ്ച പറ്റി. എന്താണ് ആ വീഴ്ച? VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ BJP അതിനെ ശക്തമായി എതിർത്തു. ആ ശക്തമായി എതിർത്തപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ സവർണ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സംവരണത്തെ അന്ന് എതിർത്തത്. എന്ന് മാത്രമല്ല RSS സംവരണത്തിന് എതിരുമാണ്. അപ്പോൾ സംഘപരിവാർ
സംഘപരിവാറിന്റെ ആ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1990 മണ്ഡൽ കമ്മീഷനെ എതിർത്ത BJPക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. എന്താണ് ആ തിരിച്ചടി? OBC വിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് അകന്നു. കാരണം അവർക്ക് കിട്ടേണ്ട സംവരണത്തെ എതിർക്കുന്ന പാർട്ടിയായിട്ട് BJP മാറി. പക്ഷേ BJP പിൽക്കാലത്ത് അവരുടെ തന്ത്രവങ്ങ് മാറ്റി. നിങ്ങളൊന്ന് നോക്കിക്കേ, ഓരോ സംസ്ഥാനത്തും BJP പിന്നീട് BJPയുടേതായ പിന്നാക്ക നേതൃമുഖങ്ങളെ ഉണ്ടാക്കി. ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിനെ ഉണ്ടാക്കി, മധ്യപ്രദേശിൽ ഉമാഭാരതിയെയും ശിവരാജ് സിംഗ് ചൗഹാനെയും പോലുള്ള നേതാക്കളെ ഉണ്ടാക്കി, ബീഹാറിൽ സുശീൽ കുമാർ മോഡിയെ ഉണ്ടാക്കി, അങ്ങ് ജാർഖണ്ഡിൽ ബാബുലാൽ മറാൻഡിയെയും അർജുൻ മുണ്ടയും പോലുള്ള നേതാക്കളെ ഉണ്ടാക്കി. അങ്ങനെ പിന്നാക്ക ദളിത് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള നേതൃമുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവരവരുടെ വോട്ട് ബേസിനെ ഉയർത്തി. നിങ്ങളൊന്ന് ആലോചിക്കണം, 2000 BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷരാരെന്നറിയാവോ? ബംഗാരു ലക്ഷ്മണാണ്. ബംഗാരു ലക്ഷ്മൺ പിൽക്കാലത്തൊരു വലിയ വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നെങ്കിലും ബംഗാരു ലക്ഷ്മൺ ദളിതനാണ്. എത്ര കാലങ്ങൾക്ക് ശേഷം ആ കോൺഗ്രസിൽ ഒരു ദളിത് പ്രസിഡന്റ് ഉണ്ടായത്? 2022 മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് അവരോധിക്കുന്നത്. അതിനു മുമ്പ് രാംനാഥ് കോവിന്ദിനെ BJP രാഷ്ട്രപതിയാക്കി. അതിനുശേഷം ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കി. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി വന്നതിന് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ദളിതനായ ആളെ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രസിഡന്റാക്കുന്നതെന്ന് ആലോചിക്കണം. വളരെ കൃത്യമായിട്ട് OBC വിഭാഗത്തിന്റെ ആ വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താൻ BJP പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞത്. 2014 എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്? നരേന്ദ്രമോദി ആരാ? OBCയിൽ നിന്നുള്ള നേതാവാണ്. അപ്പോൾ ഈ പറയുന്ന വിഭാഗം, ഈ OBC വിഭാഗം എത്രത്തോളം പ്രധാനമാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതുമായി ബന്ധപ്പെട്ട് 2 പതിറ്റാണ്ടുകാലം കൃത്യമായി അവരവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ആ വിഭാഗത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവരുടെ പിന്തുണയാർജിക്കുകയും അങ്ങനെ 303 സീറ്റ് വരെ 2019 കിട്ടിയ പാർട്ടിയാണ്. ആ പാർട്ടിക്കാണ് 2024 എന്ത് പറ്റിയത്? അടിപതറിയത്. എവിടെ അടിപതറിയത്? ഈ പറയുന്ന 400 സീറ്റ് കൊണ്ടുവന്നാൽ ഭരണഘടന അങ്ങ് മാറ്റി എഴുതി കളയും എന്നുള്ളൊരു പ്രചാരണം ഇവരിൽ നിന്ന് തന്നെ ഉണ്ടായി. ആ പ്രചാരണത്തെ പരമാവധി കോൺഗ്രസും മറ്റ് എല്ലാ പാർട്ടികളും ഉപയോഗിച്ചു. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് 240 സീറ്റ് എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിലേക്ക് BJP ചുരുങ്ങിപ്പോയത്. ഈ രാഷ്ട്രീയം നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അമിത്ഷാ വന്നിട്ട് ഈ കാര്യത്തിലൊരു വിശദീകരണം നടത്തിയെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ അംബേദ്കറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ BJP നടത്തും, അതുപോലെ തന്നെ കോൺഗ്രസും മറ്റെല്ലാ പാർട്ടികളും നടത്തും. എന്താ കാരണം എന്നുകൂടി ഞാൻ പറയാം. കാരണം വെച്ചാൽ 2026 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് 24 തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ സീറ്റ് നഷ്ടം BJPക്ക് ഉണ്ടായത്. യോഗി ആദിത്യനാഥ് പഴയതുപോലെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ 2 തവണയായിട്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉണ്ടായിരിക്കുകയാണ്. അവിടെ സമാജ്വാദി പാർട്ടി നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്, കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ 2026 നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ പതറിയാലുണ്ടല്ലോ. 2029 എളുപ്പമല്ല. 2029 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതിസന്ധി ഉണ്ടാകും. അത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ജയിച്ചു, ഹരിയാനയിൽ ജയിച്ചു എന്നതുകൊണ്ട് മാത്രം തീരില്ല. ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ്. അവിടുത്തെ OBC വിഭാഗങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് രാജ്യത്ത് തന്നെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവിടെ ഒരു വീഴ്ചയും വരാതിരിക്കാൻ BJP ശ്രദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അംബേദ്കറിസവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ദിവസവും രാവിലെ വന്ന് പാർലമെന്റിൽ ഈ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരവരുടെ രാഷ്ട്രീയ നയത്തെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഈ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരണങ്ങൾ നടത്തിയില്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പാക്കുന്നതിലും അങ്ങേയറ്റം വിജയം കൈവരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലുള്ള കഴിവിനെ നമ്മൾ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഹരിയാനയിൽ പുഷ്പം പോലെ ജയിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ പുഷ്പം പോലെ ജയിച്ചു വന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും 2024 തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി 6 മാസം മുമ്പ് തിരിച്ചടി നേടിയ പാർട്ടിയാണ് ഈ 2 സ്ഥലത്തും സർക്കാർ ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധത്തിൽ BJP അകപ്പെട്ടിട്ടുണ്ട്. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ അവർ ശക്തമായി ആവിഷ്കരിക്കും. അതിനെ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിപക്ഷം അതിൻ്റെ തന്ത്രങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം പ്രതിപക്ഷത്തെ ഇപ്രാവശ്യം പാർലമെന്റിൽ ശക്തമാക്കിയത് OBC വിഭാഗങ്ങളാണെന്ന കാര്യം അവർ മറന്നുകൂടാ. ആ വിഭാഗങ്ങളെ കൂടി ആകർഷിക്കാൻ കഴിയും വിധം, അവരുടെ പിന്തുണ ആർജിക്കാൻ കഴിയും വിധം പ്രതിപക്ഷം അവരുടെ സ്ട്രാറ്റജി ഈ പറയുന്ന താൽക്കാലിക പ്രതിഷേധങ്ങൾക്കും താൽക്കാലികമായ തർക്കങ്ങൾക്കും ഒക്കെ വിരാമമിട്ടുകൊണ്ട് കൂടുതൽ ഐക്യത്തോടുകൂടി അവർ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത് 2026 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ടേക്ക് വളരെ നിർണായകമാണ്. 29 തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ പറയുന്ന അംബേദ്കർ എന്ന് പറയുന്ന ഒരു ബിംബം, ആ ബിംബത്തെ പല തവണ കോൺഗ്രസും ചവിട്ടി മെതിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അംബേദ്കറെ അകറ്റി നിർത്തുന്നതിനകത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്ത ആളുകൾ തന്നെയാണ്. BJPയും അംബേദ്കറെ എതിർത്തിട്ടുള്ള ആളാണ്. ഹിന്ദു കോഡ് ബില്ലിൻ്റെ സമയത്ത് അംബേദ്കറിൻ്റെ എഫിജി, അംബേദ്കറിൻ്റെ കോലം കത്തിച്ച പാർട്ടിയാണ് RSS 1949. അതുപോലെ തന്നെയാണ് BJP പറയുന്ന വിമർശനവും ശരിയാണ്. അംബേദ്കറിനെ തോപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ്. അംബേദ്കറിന് ഇറങ്ങിപ്പോകേണ്ടി വന്ന മന്ത്രിസഭയാണ് നെഹ്റുവിൻ്റെ മന്ത്രിസഭ. അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അംബേദ്കറിനെ അംഗീകരിക്കുന്നതിൽ മുൻകാലങ്ങളിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ രാജ്യത്ത്
OBC വിഭാഗം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പിന്നാക്ക ദലിത് വിഭാഗങ്ങളുടെ ആരാധനാപാത്രമായ അംബേദ്കറിനെ കൈക്കലാക്കാനുള്ള ശ്രമം എല്ലാ പക്ഷവും ഒരുപോലെ തന്നെ നടത്തുമ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും അങ്ങനെ അംബേദ്കറുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ കൂട്ടത്തിൽ നിർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയില്ലെങ്കിൽ BJP ഇതും കൊണ്ടുപോകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏതായാലും ചോദ്യത്തിൻ്റെ മറുപടി പ്രതിപക്ഷം ഒന്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒന്നിപ്പെന്ന് പറയുന്നത് കേവലം പാർലമെന്റിൽ മാത്രമായിരിക്കരുത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താനുള്ള കരുത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കാണിക്കുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷം ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒന്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്മൃതി, അമിത്ഷായുടെ അംബേദ്കർ പരാമർശം യഥാർത്ഥത്തിൽ അമിത്ഷാ അത് പറയുന്ന സമയത്ത് ഇത്രയും അധികം വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് പറഞ്ഞത്, എഴുതി വെച്ച് പ്രസംഗിച്ചതല്ല. അംബേദ്കറിനെ കുറിച്ചുള്ള പ്രതിഷേധം വരുന്നതിനിടയിൽ അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷനായിരിക്കുന്നു, ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ 7 തവണ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നുള്ളതായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ആ സമയത്ത് വലിയ പ്രതിഷേധം രാജ്യസഭയിൽ ഉണ്ടാവുന്നില്ല. എന്നാൽ പിന്നീട് വലിയ ശക്തമായ രീതിയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നു, മറ്റ് കക്ഷികൾ കൂടി ചേരുന്നു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നടൻ വിജയ് അടക്കമുള്ളവരും കമലഹാസൻ അടക്കമുള്ളവർ പോലും ട്വീറ്റ് ഇടുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചോ? പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണല്ലോ പാർലമെന്റിൽ. ഇപ്പോൾ അടിയന്തരാവസ്ഥ ആരുടെ കാലത്താണ് അടിയന്തരാവസ്ഥ? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ അതോ മുമ്പുണ്ടായ അടിയന്തരാവസ്ഥയാണോ യഥാർത്ഥ അടിയന്തരാവസ്ഥ എന്ന ചർച്ച നടക്കുന്നു. ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനാ ഭേദഗതി, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമായി പാർലമെന്റിലുണ്ടായത്. പക്ഷേ നോക്കൂ, അദാനി വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് തുടർച്ചയായി സ്തംഭിപ്പിച്ചിരുന്നു. അതിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടായിരുന്നു, അദാനി വിഷയമാണ് ഏറ്റവും പ്രധാനമെന്നും അതാണ് ആദ്യം ഉന്നയിക്കേണ്ടതെന്നും. അതിലാണ് പല ദിവസവും സഭ സ്തംഭിച്ചത്. അതിനുശേഷം പ്രതിപക്ഷം അതിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ സമാജ്വാദി പാർട്ടി സംഭൽ വെടിവെപ്പുണ്ടായ സമയത്ത് അതാണ് ഉന്നയിക്കേണ്ടത്, ഇപ്പോൾ അദാനിയല്ല വിഷയം എന്ന പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പ്രതിപക്ഷ നിരയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ മമത വരുന്നു. മമതയ്ക്ക് ലാലുവിൻ്റെ പിന്തുണ വരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പരസ്യമായി വരുന്നു. പിന്നെ സവർക്കറിനെതിരായ രാഹുലിൻ്റെ പ്രസ്താവന, അതിൽ ശിവസേന ഉദ്ധവ് വിഭാഗം അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഈ തരത്തിൽ പ്രതിപക്ഷം ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ അംബേദ്കർ വിഷയം പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. ഇന്നിപ്പോൾ കൃത്യമായി അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് അംബേദ്കർ പ്രതിമയുടെ ഭാഗത്തു നിന്നും അവർ ജാഥയായി ശാന്തമായി വരിക തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതും അങ്ങനെ തന്നെയാണ്, സമാധാനപരമായി വരുന്നു. പക്ഷേ പാർലമെൻറ്റ് വളപ്പിൽ പാർലമെൻറ്റിനകത്തേക്ക് കയറാൻ പാർലമെൻറ്റ് അംഗങ്ങളെ സമ്മതിക്കാത്ത രീതിയിൽ അവിടെ തടസ്സപ്പെടുത്തുന്നു. ആ തടസ്സപ്പെടുത്തലാണ് പിന്നീട് ഉന്തും തള്ളും വീണതും. ആരും ആരെയും ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കളാരും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല. വനിതാ നേതാവിന് അസ്വസ്ഥതയുണ്ടായി എന്നാണ് പറഞ്ഞത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കാണുന്നില്ല. അപ്പുറത്ത് ഖാർഗെയുടെ മേലേക്ക് ഒരാൾ വന്ന് വീഴുന്നു, എന്നിട്ട് ഖാർഗെയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് പ്രിയങ്ക പറയുന്നു. ആ ദൃശ്യങ്ങളും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അതേസമയം ഒരു പരിക്ക് പറ്റിയിരിക്കുന്ന സാരംഗിയുടെ ദൃശ്യം കാണുന്നുണ്ട്. സാരംഗിയുടെ അടുത്ത് അയ്യോ എന്താണ് പറ്റിയെന്ന് അന്വേഷിച്ച് രാഹുൽ ഗാന്ധി അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ദുബൈ ഓടിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. നിങ്ങൾ വീഴ്ത്തിയിട്ടിട്ട് നിങ്ങൾ ചോദിക്കാൻ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ എക്സിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പാർലമെൻറ്റ് വളപ്പിൽ നടന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട് അംബേദ്കർ ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് അംബേദ്കറിനെ ഉയർത്തിപ്പിടിച്ചത് എന്നൊരു വാദം ഇപ്പോൾ ഭരണപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്, പട്ടേലിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ആ തരത്തിൽ അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഞങ്ങളാണ് അതിനോട് കൂടുതൽ യോജിപ്പോടെ നിൽക്കുന്നത്. എന്താണ് അതിന് പറയുന്നൊരു വാദം? നേരത്തെ കോൺഗ്രസ് അംബേദ്കറെ എതിർത്തിട്ടുണ്ട്. അതിനെന്താണ്? രാഷ്ട്രീയമായി നെഹ്റുവും അംബേദ്കറും രണ്ട് അഭിപ്രായമുള്ളവരായിരുന്നു. ചില വിഷയങ്ങളിൽ യോജിപ്പുണ്ടായിരുന്നു, ചില വിഷയങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ആ എതിർപ്പും ഒരുമിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം, അതാണല്ലോ അംബേദ്കർ മുന്നോട്ട് വെച്ചിരുന്ന ആശയവും. ആ ആശയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എതിരഭിപ്രായങ്ങൾ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും അംബേദ്കറെ എതിർത്തിട്ടുള്ളതാണ് എന്ന് പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. അതിനപ്പുറം അംബേദ്കറെ ഏറ്റവും അധികം എതിർത്തിട്ടുള്ളത് ഹിന്ദു രാജ്യത്തെയും ഹിന്ദുമതത്തെയും ആണ്. ഹിന്ദുമതത്തെ അതിരൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല, ഹിന്ദുമതത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിന്ദു രാഷ്ട്രമാവുകയാണ് ഏറ്റവും വലിയ ഭീകരതയുടെ ചേംബറാണ് ഹിന്ദുയിസം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഏറ്റവും വലിയ ദുരന്തമാവുക ഹിന്ദു രാജ്യമാവുകയായിരിക്കും എന്ന് അദ്ദേഹം മുൻപ് പ്രവചിച്ചിട്ടുണ്ട്.
അങ്ങനെ പറഞ്ഞ ഒരു നേതാവിനെ ഞങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ്. അതിന് ബി ജെ പിയുടേതായ വാദങ്ങളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ദളിത് മുഖങ്ങളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, 2 തവണ കൊണ്ടുവരുന്നു. അതോടൊപ്പം പിന്നാക്ക വോട്ടുകൾ പലതവണയായി തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ചെറു രൂപം എടുത്തുകൊണ്ടാണ് വോട്ട് മേടിക്കാൻ രാഹുലായാലും മുന്നിട്ടിറങ്ങിയിരുന്നത്. അപ്പോൾ അതൊരു ഒരു അപകട സിഗ്നലാണ് എന്ന തിരിച്ചറിവിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് യു പി തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്നാക്കക്കാർക്ക് ഞങ്ങളാണ് എപ്പോഴും പിന്തുണ നൽകിയിട്ടുള്ളത്, അവരുടെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് ഞങ്ങളാണെന്ന് പറയുന്നു. അപ്പുറത്ത് അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പ്രതിമ സ്ഥാപിക്കലുള്ള ആശയം എത്രത്തോളം സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ ആശയം സ്വാംശീകരിക്കുന്ന അല്ലെങ്കിൽ അംബേദ്കറിനെ നിലയ്ക്ക് അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുന്നതിലൊക്കെ കോൺഗ്രസിനും വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രതികരണത്തെയും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണത്തെയും ഞാൻ മനസ്സിലാക്കുന്നത് അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സമയമായിരിക്കുന്നു ഇത്. അതാണ് ഏറ്റവും മുന്നിൽ പറയേണ്ടത്. അതിൽ ഊന്നിയാകണം ഈ കാലത്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനൊരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അംബേദ്കറെ എതിർത്തിരുന്ന കോൺഗ്രസ് അംബേദ്കറിൻ്റെ ആശയങ്ങളാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ജയ് ഭീം എന്ന് ഞങ്ങളിവിടെ ആവർത്തിച്ച് പറയും. അതാണ് ഇനി മുദ്രാവാക്യമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ജയ് ഭീം എന്ന് വിളിക്കാൻ അവിടെ BJP വെല്ലുവിളിക്കുന്നുണ്ട് പ്രിയങ്ക. അപ്പോൾ ഇനി ആ വിഷയത്തിൽ ഊന്നുകയാണ്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതിപക്ഷം കരുതുന്നു. ഭരണപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ അവർ പുറത്തേക്ക് കാണിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു വിഷയത്തിൽ പോലും വിശദീകരണം നൽകാത്ത BJP, അത് മോദി ആയാലും അമിത്ഷാ ആയാലും പിന്നീട് ഇതൊരു വിശദീകരണത്തിലേക്ക് വരാറില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് വരേണ്ടി വന്നത് യു പി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ്. ഇവിടെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. അതേസമയം ഇന്ന് വാർത്താ സമ്മേളനം നമ്മൾ കണ്ടല്ലോ, ഖാർഗെയും രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം. ഖാർഗെ ഇന്ന് നടന്ന അക്രമ സംഭവങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി അദാനി വിഷയത്തിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഊന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. അദാനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് US കേസുള്ള അദാനിയുടെ കാര്യം, അദാനിക്ക് രാജ്യത്തെ വിറ്റിരിക്കുന്നു മോദി, അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. 4 വരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ എപ്പോഴും പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികൾ ഇപ്പോൾ അദാനിയല്ല പറയേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാളെയും കൂടിയുള്ളൂ സമ്മേളനം. നാളെയും ഈ വിഷയത്തിൽ ഒരു ചർച്ചയും തർക്കവും ഒക്കെ ഉണ്ടാകാം. ഈ കേസുകൾ പുറത്തു നൽകിക്കൊണ്ട് അതിനെ വേറെ രൂപത്തിലേക്കൊക്കെ മാറ്റാൻ BJP ശ്രമിക്കും. അതിനെ ഐക്യത്തോടു കൂടി തന്നെ പ്രതിപക്ഷം നേരിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ പ്രതിപക്ഷം ഐക്യപ്പെട്ടിരിക്കുന്നു. അപ്പുറത്തെ ഭരണപക്ഷം പ്രതിരോധത്തിലായിരിക്കും. ഓക്കെ. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിപക്ഷം ഒന്നിച്ചു എന്നാണ് ചോദ്യം. അംബേദ്കർ വിവാദം പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ്? നോക്കൂ, BJP സർക്കാരിനെ, മോദി സർക്കാരിനെ നേരിടാൻ പലതരത്തിലുള്ള സ്ട്രാറ്റജി പ്രതിപക്ഷം ആലോചിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ എന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു അലയൻസിനെ രൂപീകരിക്കുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ NDA മുന്നണിക്കെതിരായിട്ട് അഥവാ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഐക്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ആദ്യത്തെ ശ്രമം ആരംഭിക്കുന്നത്. അതിനു മുൻപ് നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയി. പ്രാദേശികമായിട്ടുള്ള സഖ്യകക്ഷികളുമായിട്ടുള്ള കൂടിച്ചേരലായിരുന്നു. കാര്യം ഇന്ത്യ എന്നൊരു ആശയത്തെ രൂപീകരിച്ചത് BJP പ്രതിനിധാനം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ ആശയപരമായും രാഷ്ട്രീയമായിട്ടും തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ഒരു മികച്ച മാർഗമെന്ന നിലയിലായിരുന്നു. എന്നാൽ അതിനെ BJP വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇന്ത്യ എന്നൊരു മുന്നണിക്ക് പേരിട്ടപ്പോൾ BJP അതിനെ ഇന്ത്യ മുന്നണി എന്ന പേരിട്ട് വിളിച്ചു. മറ്റൊന്ന് അതിന് ബദലായി ഭാരതം എന്ന പേരിന് കൂടുതൽ പ്രൊമിനൻസ് കൊടുത്തു. ഇന്ത്യയല്ല ഭാരതമാണ് എന്നൊരു നരേറ്റീവ് BJP പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആശയപരമായി ഇന്ത്യ എന്നുള്ളൊരു സഖ്യത്തിന് രാഷ്ട്രീയമായി BJP പ്രതിരോധിക്കാനുള്ളൊരു കരുത്തുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിലെ സീറ്റുകളടക്കം BJP, കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും CPM-ഉം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഓരോ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഭാഗ്യ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നിതാ ഇപ്പോൾ ഇന്ത്യ എന്നൊരു പേര് രൂപീകരിച്ചതുപോലെ വളരെ സിംബോളിക്കലായി, വളരെ പ്രതീകാത്മകമായി പ്രതിപക്ഷത്തിന് ഒരായുധം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതാണ് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു വിളിക്കുന്ന, രാഹുൽ ഗാന്ധി ആവർത്തിച്ചു വിളിക്കുന്ന ജയ് ഭീം എന്ന മുദ്രാവാക്യം. ജയ് ശ്രീറാം എന്നൊരു മുദ്രാവാക്യത്തെ ജയ് ഭീം എന്ന മുദ്രാവാക്യം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും എന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും കരുതുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക്. കാര്യം നാട്ടിലിനി ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ മറുഭാഗത്ത് ജയ് ഭീം എന്ന്
വെല്ലുവിളിക്കുമ്പോൾ എങ്ങനെയാണോ SC ST OBC വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ജയ് ശ്രീറാമിൻ്റെ കീഴിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിച്ചത്, ആ നീക്കത്തിനുള്ള ഒരു ഫലപ്രദമായ ആൻറ്റിഡോട്ടാണ് ജയ് ഭീം എന്നുള്ള മുദ്രാവാക്യമെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ജയ് ഭീമും നീല ഷർട്ടും അഥവാ നീല നിറത്തിലും ഇന്നിപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പ്രതീകാത്മകമായി BJPയുടെ രാഷ്ട്രീയ ആശയത്തെ നേരിടാൻ ഒരായുധം കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഒന്ന്, BJPയുടെ കാവിയെ പ്രതിരോധിക്കാൻ നീല നിറം കിട്ടുന്നു. ഇതേവരെ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്തുന്ന ഒരു നിറമുണ്ടായിരുന്നില്ല. വൈവിധ്യം അതിൻ്റെ കരുത്താണ് എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്താനുള്ളൊരു നീല നിറം കിട്ടുകയാണ്. ഈ നീല നിറം എവിടെ നിന്നാണ് വന്നത്? അംബേദ്കർ 1942 രൂപീകരിച്ച ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടിയുടെ പതാക നീല നിറമായിരുന്നു. പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അദ്ദേഹം 1956 രൂപം കൊടുക്കുമ്പോൾ ഇതേപോലെ നീല നിറമാണ് കൊടുക്കുന്നത്. ആ നീല നിറമാണ് ഒരുപക്ഷെ ഏറെക്കാലമായി രാഹുൽ ഗാന്ധിയെ വെള്ള നിറത്തിൽ മാത്രം, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ 54ാം പിറന്നാളിലാണ് അദ്ദേഹത്തിന് വൈറ്റ് ടീഷർട്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇതാദ്യമായി അദ്ദേഹം നീല നിറത്തിൽ വൈറ്റ് അല്ലാത്തൊരു ഷർട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ കൂട്ടിയോജിപ്പിക്കാൻ ഈ നീല നിറത്തിന് കഴിയും എന്നുള്ളതാണ്. നീൽ സലാം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ജയ് ഭീം എന്നുള്ളതാണ് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യത്തെ എതിർക്കാനുള്ള ആശയമായി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് വളരെ വേഗം തന്നെ വോട്ടർമാരുടെ ഇടയിലേക്ക് ചെല്ലാനും ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അമിത്ഷായുടെ പരാമർശത്തെ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ സാധ്യതയെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് എതിർക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇന്ത്യയിൽ 17% ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊത്തമുള്ള നമ്മുടെ ലോക്സഭാ സീറ്റുകളിൽ 84 സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടവയാണ്. 2019 കണക്ക് നോക്കൂ. 2019 BJPക്ക് 46 സീറ്റുകളാണ് ആകെയുള്ള 84 ഷെഡ്യൂൾഡ് കാസ്റ്റ് സീറ്റുകളിൽ ലഭിച്ചിരുന്നത് എന്നത് ആലോചിക്കണം. 2019 ആ നേട്ടം പക്ഷേ നിർഭാഗ്യവശാൽ 2024 ആകുമ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല. 46 സീറ്റുകളിൽ നിന്ന് 33 സീറ്റുകളിലേക്ക് NDA ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ 33 സീറ്റ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്ക് ലഭിക്കുന്നു, 20 സീറ്റുകൾ കോൺഗ്രസിന് മാത്രമായി ലഭിക്കുന്നു. അങ്ങനെ 53 സീറ്റുകളിലേക്ക് ഇന്ത്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ തവണ 2019 മികച്ച നിലയിലേക്ക് ഇന്ത്യ മുന്നണിയും അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് സീറ്റുകളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതേസമയം കഴിഞ്ഞ തവണത്തെ 46 എന്നുള്ള സീറ്റ് 33 സീറ്റിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. SC സീറ്റുകളിൽ BJPയുടെ പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ BJP തിടുക്കപ്പെട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന്, ഷെഡ്യൂൾഡ് കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 2018 സുപ്രീം കോടതിയുടെ ഒരു വിധി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ടിനെ ദുർബലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് BJPക്കുള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചർച്ച BJPയുടെ അപ്പർ കാസ്റ്റ് വോട്ടിനെ നിലനിർത്തുന്നതിനോടൊപ്പം ഈ അട്രോസിറ്റീസ് ആക്ടിനെ എങ്ങനെ നേരിടണം എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി ദുർബലപ്പെടുത്തിയ SC ST അട്രോസിറ്റീസ് ആക്ടിനെ ശക്തിപ്പെടുത്താൻ ഒടുവിൽ നിർബന്ധിതനാവുകയാണ് BJP. കാരണം 17% വരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ SC അട്രോസിറ്റി ആക്ടിനെ ദുർബലപ്പെടുത്തി BJPക്കെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 2018 അന്ന് ശക്തമായിട്ട് BJP പ്രതികരിക്കുന്നു. അതിനുശേഷം നോക്കൂ, റിസർവേഷനുമായി ബന്ധപ്പെട്ട് 2024 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400 സീറ്റുകൾ കിട്ടിയാൽ ഭരണഘടന ഭേദഗതി ചെയ്ത് റിസർവേഷൻ എടുത്തു കളയുമെന്നൊരു പ്രതീതി പ്രതിപക്ഷം ജനിപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക്. അത് കഴിഞ്ഞാൽ ഏറ്റവും തിടുക്കപ്പെട്ട അംബേദ്കറിൻ്റെ വിഷയം രാഷ്ട്രീയ ചർച്ചയായാൽ 17% വരുന്ന SC, 84 സീറ്റുകളോളം വരുന്ന ലോക്സഭയിലെ സീറ്റുകൾ, ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷം വരുന്ന OBC SC ST വിഭാഗങ്ങൾ, ഇവർ തങ്ങൾക്കെതിരായിട്ടുള്ള വോട്ട് ബാങ്കായി മാറുമെന്ന് ഭയക്കുന്ന BJP വളരെ ശക്തമായി പ്രതിരോധിക്കുന്നു. അതേസമയം പ്രതീകാത്മകമായും രാഷ്ട്രീയമായും ആശയപരമായും BJPയും നരേന്ദ്രമോദിയും നേരിടാനുള്ള ഒരു അവസരമായി കോൺഗ്രസ് ഇത് കണക്കാക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ചരിത്രത്തിലേക്ക് നമ്മൾ ഊളിയിട്ട് നോക്കിയാൽ അംബേദ്കറും കോൺഗ്രസും തമ്മിലുള്ള ബന്ധവും അംബേദ്കറും സംഘപരിവാരം തമ്മിലുള്ള ബന്ധവും ഏകദേശം തുല്യ അകലത്തിൽ
നിർത്തുന്നു എങ്കിൽ പോലും അംബേദ്കറിനെ ക്യാബിനറ്റിലെടുക്കാൻ നെഹ്റു താല്പര്യം കാണിച്ചിരുന്നുവെന്നും അംബേദ്കറിനെ പിന്നീട് ഹിന്ദു കോഡിൻ്റെ പുറത്ത് അംബേദ്കർ ആ ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതും അംബേദ്കർ കോൺഗ്രസിനെ ധർമ്മശാല എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും അതേ ടിറണി എങ്ങനെയാണോ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് അതിനു മുൻപുണ്ടായിരുന്ന അതേ ഏകാധിപത്യം കോൺഗ്രസിലുണ്ടെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും 1982 54 ഒന്ന് ബോംബെ നോർത്തിലും മറ്റൊന്ന് ഭണ്ഡാര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംബേദ്കറെ പരാജയപ്പെടുത്തി എന്നുള്ളതും വാസ്തവമാണെങ്കിലും അത് രാഷ്ട്രീയമായ വിയോജിപ്പുകളായിരുന്നു. എന്നാൽ ആശയപരമായ വിയോജിപ്പ് അംബേദ്കറിന് സംഘപരിവാറുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നതും വ്യക്തമാണ്. അതുകൊണ്ടാണ് 1949 ഡിസംബർ മാസം 11-ാം തീയതി രാംലീല മൈതാനത്ത് നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഈ കോലങ്ങൾ കത്തിച്ചുകൊണ്ടാണ് RSS ഹിന്ദു കോഡ് ബില്ലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അന്ന് RSSന്റെ നേതാക്കൾ വിളിച്ചത് ഋഷി അംബേദ്കർ, ഋഷി നെഹ്റു ആയി മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിലുള്ള നിയമങ്ങളെ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഭേദഗതി ചെയ്യാൻ എന്നാണ് RSS നേതാക്കൾ രാംലീല മൈതാനത്ത് അംബേദ്കറിനോടും നെഹ്റുവിനോടും ചോദിച്ചത്. അന്ന് അംബേദ്കറിന്റെ കോലം കത്തിച്ചുകൊണ്ട് പറഞ്ഞത് ഹിന്ദു സമുദായത്തിന്റെ പുറത്ത് ഒരു ആറ്റം ബോംബ് ഇട്ടിരിക്കുകയാണ് ഈ അംബേദ്കർ എന്നാണ് 1949 ഡിസംബർ 11 RSS പറഞ്ഞത്. VD സവർക്കർ എഴുതിയത് എന്താണ്? VD സവർക്കർ വിമൺ ഇൻ മനുസ്മൃതി എന്ന പുസ്തകത്തിൽ എഴുതിയതാണ് ഈ ഭരണഘടനയിൽ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി രചിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യനായി ഒന്നുമില്ല, ഭാരതീയമായി ഒന്നുമില്ല എന്ന് പറഞ്ഞത് ഇതേ VD സവർക്കർ അല്ലേ? ഇതേ ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന ബെഞ്ച് ഓഫ് തോട്ടിലല്ലേ ഇതിൽ ഭാരതീയമായി ഒന്നുമില്ലെന്നും ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടതാണെന്നും ഇതിലൊന്നും ഭാരതീയ ആശയങ്ങളില്ല എന്നും വിമർശിച്ചത്? ഇതേ ഓർഗനൈസർ അല്ലേ 1949 നവംബർ മാസത്തിൽ ഈ ഭരണഘടനയെ കത്തിച്ചു കളയാൻ ആഹ്വാനം ചെയ്തത്? അപ്പോൾ സ്വാഭാവികമായും അംബേദ്കറിനെ ഏറ്റവും കൂടുതൽ ആ അർത്ഥത്തിൽ ആശയപരമായി എതിർക്കുകയും അംബേദ്കർ ആശയപരമായി വിയോജിക്കുകയും ചെയ്തത് ഹിന്ദുത്വ ആശയ പദ്ധതി പേരുന്ന സംഘപരിവാറാണ്. കോൺഗ്രസ് രാഷ്ട്രീയമായി അംബേദ്കറിനെ നേരിട്ടിട്ടുണ്ട്. 52-ലും 54-ലും ഉപതെരഞ്ഞെടുപ്പിലും അംബേദ്കറിനെ ഇന്റർനാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനാക്കിയത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തഴയുകയാണ് ചെയ്തത് അംബേദ്കറിനെ തഴയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തെ ജസൂർ ഖുൽന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർട്ടീഷന്റെ സമയം വരുമ്പോൾ അത് പാകിസ്ഥാനിലേക്കാക്കി മാറ്റുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ പിന്നീട് പട്ടേൽ കത്തെഴുതിയാണ് ഈ അംബേദ്കറിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഇതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷണിക്കുന്നത്. അതേ നെഹ്റു തന്നെയാണ് ഈ അംബേദ്കറിനെ തൻ്റെ യൂണിയൻ മിനിസ്ട്രിയിൽ എടുക്കുന്നത്. അവിടെ നിയമമന്ത്രിയായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അവിടെയാണ്. പക്ഷേ ഹിന്ദു കോഡ് ബില്ല് താൻ ഉദ്ദേശിച്ച വേഗത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അംബേദ്കർ പുറത്തു പോകുന്നത്. പക്ഷേ ഹിന്ദു കോഡ് ബില്ലിന്റെ പേരിൽ അംബേദ്കറും നെഹ്റുവും ഒരുമിച്ചാണ് കോലം കത്തിക്കലിന് വിധേയമാവുന്നത് സംഘപരിവാറിന്റെ. എതിരഭിപ്രായമുള്ളവരും മന്ത്രിസഭയിലുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി എങ്ങനെയാണ് വരുന്നത്? ഇദ്ദേഹത്തെ എതിർത്തിരുന്ന ഷൺമുഖം ചെട്ടിയുണ്ട്, ഇതേപോലെ നമ്മളുടെ BR അംബേദ്കർ ഉണ്ട്. അത് നെഹ്റു ആദ്യത്തെ ക്യാബിനറ്റ് ഫോർമേഷൻ എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ഒരുപക്ഷെ കോളനിയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങളിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു മന്ത്രിസഭാ രൂപീകരണമാണ് നടത്തിയത് എന്നതും പ്രേക്ഷകർ ഓർമ്മിക്കണം. അതുകൊണ്ട് അംബേദ്കറിന് ആശയപരമായി ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളതും അംബേദ്കറിനെ ആശയപരമായി ഏറ്റവും കൂടുതൽ നേരിട്ടതും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്. അന്ന് BJP ഇല്ല, അന്ന് ജനസംഘം സംഘപരിവാറും RSSുമാണുള്ളത് എന്നത് ഓർമ്മിക്കണം. അതുകൊണ്ടാണ് 1936 ഭാരതീയ ജനസംഘം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് സംഘപരിവാർ രാഷ്ട്രീയം അതിൻ്റെ ബീജാപാപം ചെയ്യുന്ന ഘട്ടത്തിൽ 1936 അംബേദ്കർ പറഞ്ഞു, ഞാൻ ഹിന്ദുമതത്തിലെ ഒരു അൺടച്ചബിൾ ആയിട്ട് ഒരു തൊട്ടുകൂടാത്തവനായിട്ടാണ് ജനിച്ചത്, പക്ഷേ ഐ വിൽ നോട്ട് ഡൈ ആസ് എ ഹിന്ദു, ഞാൻ ഒരിക്കലും ഒരു ഹിന്ദുവായി ഞാൻ മരിക്കില്ല എന്ന് അംബേദ്കർ പറയുന്നത് 1936 20 വർഷത്തിനു ശേഷം നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ 3,60,50,000-ഓളം വരുന്ന തൻ്റെ അനുയായികളുമായിട്ട് അംബേദ്കർ നടന്നുപോയത് ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്കാണ് എന്നത് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് മനുസ്മൃതി കത്തിച്ച് 1927 മനുസ്മൃതി കത്തിച്ച് അംബേദ്കറിനെ ഉൾക്കൊള്ളാൻ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് ആശയപരമായി കഴിയില്ല. അതുകൊണ്ട് ആശയപരമായി അംബേദ്കറിനെ പിന്നെയും ഉൾക്കൊള്ളാൻ കഴിയുക കോൺഗ്രസിനാണ്. ആശയപരമായി അംബേദ്കറിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനാണ്. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് എന്നൊരു പദമുണ്ട്, സ്വാംശീകരിക്കുക. നിങ്ങൾ എല്ലാത്തിനെയും തങ്ങളുടേതല്ലാത്തതിനെ തങ്ങളുടെ പക്ഷത്താക്കി നിർത്താൻ, വരുതിക്ക് നിർത്താൻ, വലയിലാക്കാൻ നടത്തുന്ന ശ്രമത്തിൽ അംബേദ്കർ ആശയപരമായി വിയോജിച്ചു തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അംബേദ്കറിൻ്റെ പുറത്ത് പേരിൻ്റെ പുറത്ത് പാർലമെന്റിന് പുറത്ത് കണ്ട കാഴ്ചകൾ നിർഭാഗ്യകരമായ കാഴ്ചകളാണ്. അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ അംബേദ്കർ ഒരിക്കലും അംഗീകരിക്കാത്ത കാഴ്ച
ചർച്ചകളാണ്. കാരണം അംബേദ്കർ പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള സൽവേഷൻ അല്ല ജനാധിപത്യത്തിന് അടിസ്ഥാനം. ഏതെങ്കിലും ഒരു മതത്തിൽ ദൈവത്തോടുള്ളത് ഭക്തി നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും. പക്ഷേ രാഷ്ട്രീയത്തിലുള്ള സാൽവേഷൻ അഥവാ ഏതെങ്കിലും വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം നിങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കുമെന്ന് ഓർമ്മിപ്പിച്ച ആൾ കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കറിന്റെ നിലവാരത്തിൽ ചിന്തിക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അംബേദ്കറിന്റെ പുറത്ത് നടത്തുന്ന, അംബേദ്കറിന്റെ പേരിൽ നടത്തുന്ന ഈ ആശയങ്ങൾ പ്രതിപക്ഷത്തെ ഒരുപക്ഷെ രാഷ്ട്രീയമായി ഒന്നിപ്പിച്ചേക്കാം. ആശയപരമായി BJPക്ക് ഒരിക്കലും അംബേദ്കറിനെ സ്വാംശീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ അംബേദ്കർ ഒന്നിപ്പിച്ചോ എന്ന ചോദ്യത്തിന് യേസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം, അല്ലേ? യേസ് എന്നാണ് 3 പേരും പറയുന്നത്. Meet the editors.